നേരത്തെ പൂത്ത് കൊഴിഞ്ഞു തീരാതായ കണിക്കൊന്നയോർത്ത് വിഷമിക്കേണ്ട. കണിയൊരുക്കാൻ തണ്ട് നിറയെ ഇലകളും പൂക്കളുമായി പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ വിപണിയിൽ റെഡിയായി കഴിഞ്ഞു. പ്ലാസ്റ്റിക്കിലും തുണിയിലും തീർത്ത വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുന്ന കൊന്നപ്പൂക്കളാണ് വിപണികളിൽ എത്തിയത്. മഴ നനഞ്ഞു തെളിഞ്ഞ ചാലക്കമ്പോളത്തിൽ വിഷുവിന് ഒരു കൂട്ടമൊരുക്കാനുള്ള ആൾത്തിരക്കാണ്. പഴങ്ങളും പച്ചക്കറികൾക്കുമൊപ്പം വിഷുവൊരുക്കാനെത്തുന്നവരുടെ സഞ്ചിയിൽ ഇടം പിടിക്കുന്ന മറ്റൊന്നുകൂടെയുണ്ട്: പ്ലാസ്റ്റിക് കൊന്നകൾ. ഇതിൽ വന്നിട്ട് 3 പീസ് കാണും, 3 ലെയേഴ്സ് ഓഫ് ഫ്ലവർ കാണും. അതിനാണ് 35 രൂപയ്ക്ക് കൊടുക്കുന്നത്. ബാംഗ്ലൂരിലൊക്കെയാണ് ഇത്. ഡയറക്റ്റ് ഓർഡർ കൊടുക്കുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി എത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം വിഷു അടുത്താറായപ്പോഴത്തേക്ക് സ്റ്റോക്ക് എല്ലാം തീർന്നു. ഇപ്പം ഇല്ല, സ്റ്റോക്ക് കുറവാണ്. പ്ലാസ്റ്റിക് കണിക്കൊന്ന എന്നാണ് പേരെങ്കിലും പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഇതിൽ മഞ്ഞ കളർ, നമ്മുടെ പൂവിൻ്റെ ഇത് കോട്ടൺ തുണിയാണ്. മറ്റ് ഇലയും അതിൻ്റെ മറ്റു ഭാഗങ്ങൾ മാത്രമാണ് പ്ലാസ്റ്റിക്. ഇത് ഇവരുടെ ആവശ്യപ്രകാരം ബംഗളൂരുവിൽ നിന്നാണ് ഉണ്ടാക്കിയാണ് ഈ സാധനങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ കൊല്ലം വിഷുവിന് മുന്നേ പ്ലാസ്റ്റിക് കൊന്നകൾ വിറ്റുതീർന്നു. ഇക്കുറിയും ആവശ്യക്കാരുണ്ട്. കാലാവസ്ഥയിലെ മാറ്റം കാരണം കണി കാണാൻ പോലുമില്ല ഒറിജിനൽ കൊന്നപ്പൂക്കൾ. ഒറിജിനൽ കൊന്ന കുറവാണ്. ഒറിജിനൽ ഒന്ന് കഴിഞ്ഞാണ് കുറവായിരുന്നു. എല്ലാം അതാണ് വാങ്ങിച്ചോണ്ട് പോയത്, പ്ലാസ്റ്റിക്. അല്ലെങ്കിൽ ഇപ്പോൾ മഴയുടെ വരുമ്പോഴത്തേക്ക് നിൽക്കുന്ന പൂ അത്രയും തൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ മാങ്ങയും ചക്കയും ഇതൊക്കെ കാണത്തുള്ളൂ. പ്ലാസ്റ്റിക്കാണ് പോയി. കാര്യം എന്താ, മഴ പെയ്തേച്ചാൽ നിൽക്കത്തില്ല. മഴ പെയ്തിലേക്ക് കൊന്നപ്പൂ കിട്ടും. വിഷുവിന് എന്തായാലും മഴ പെയ്യും, കൊന്നപ്പൂ തൊഴിഞ്ഞു പോകും. ആരും പിന്നെ നോക്കാൻ പോകത്തില്ല. പ്ലാസ്റ്റിക് വഞ്ചിയിടാൻ നോക്കും. അതിൻ്റെ ബാക്കിൽ നിന്ന് മെനക്കെടാൻ നിൽക്കത്തില്ല. മലയാളിയുടെ പതിവ് തെറ്റിക്കുന്നതാണെങ്കിലും കൊന്നയില്ലാതെ വിഷു പൂർണ്ണമാകില്ലല്ലോ. തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.